ബന്ധപ്പെട്ട് റിലീസ് മാറ്റാനായിട്ട് ആലോചിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. എൻ്റെ ക്യാരക്ടർ ഈ വെള്ളയപ്പം എന്തിനാണ് ഈ സിനിമയ്ക്ക് പേരിട്ടെന്ന് ചോദിച്ചല്ലോ. ഈ സിനിമ ഈ വെള്ളയപ്പങ്ങാടിയിൽ ആദ്യമായിട്ട് ഒരാൾ കണ്ടുപിടിച്ച് അയാൾ ഈ വെള്ളയപ്പം വിറ്റ് ഭയങ്കര കാശുകാരനൊക്കെ ആയ ഒരു പശ്ചാത്തലം ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ കണ്ടുപിടിച്ചത് ഒരാളാണെങ്കിലും അതിൻ്റെ ഗുണം ഉണ്ടായത് വേറെ ആൾക്കാണ്. അപ്പോൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളയപ്പം ഈ സിനിമയിൽ കാണിക്കുന്നത് എൻ്റെ കഥാപാത്രമാണ് കണ്ടുപിടിച്ചത്. ഞാനാണ് വെള്ളയപ്പം കണ്ടുപിടിച്ച ആൾ. അപ്പം കണ്ടുപിടിച്ചാൽ ഞാനാണ്. അപ്പോൾ ഇത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വെള്ളയപ്പം നമുക്കൊക്കെ സുപരിചിതമായ നമ്മുടെ ഒരു പലഹാരം. അതിന്റെ ഉത്ഭവവും അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലൂടെയൊക്കെയാണ് ഇതിന്റെ കഥ വികസിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള എല്ലാ രസവും ഈ സിനിമയ്ക്കുണ്ട്.